ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരിദാസ് ഹെവനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള നെയ്ച്ചോറാണ് ഉണ്ടാക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് മസാല കൂട്ടുകളായിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലം, പെരുംജീരകം, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും സവാള അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. 2 പീസ് ബേ ലീവ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷമാണ് അങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. കൈമയുടെ റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ചെമ്മീൻ മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവിനാവശ്യമായിട്ട് 1 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 വലിയ സ്പൂണ് മല്ലിപ്പൊടി, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കുഞ്ഞു ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റ് മാത്രമാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെമ്മീനൊക്കെ ആവശ്യത്തിന് വെന്ത് മസാല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ റൈസ് തുറന്ന് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓവറായിട്ട് വെന്ത് പോവും. ഇതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വറുത്ത് വെച്ചിട്ടുള്ള സവാള. പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയറും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരു വാഴയില വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂടി കൊടുക്കണം. ഏകദേശം ഒരു 8 മിനിറ്റ് മാത്രമാണ് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇല മാറ്റിയിട്ട് തുറന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോഴേ ഒട്ടും കട്ട പിടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ. കുറച്ച് സാലഡും അതുപോലെ തന്നെ അച്ചാറും പിന്നെ പപ്പടമാണ് ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്